പുഷ്പേ, ആ മാനേജറുടെ ക്യാബിനിലേക്ക് ഒന്നേല്. ഒരു ഫയൽ വരും, അതിങ്ങ് വാങ്ങിക്കൊണ്ടോ. പറഞ്ഞത് കേട്ടില്ലേ? ആ മാനേജറുടെ ക്യാബിനിൽ പോയി ആ ഫയലിങ് വാങ്ങിക്കൊണ്ടുവരാൻ. എന്താലോചിച്ച് നിൽക്കുക ഇവിടെ? നിർത്തടാ. നീ പറയുന്നത് എന്തു അനുസരിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് നീ കരുതിയോ? എന്താ എന്താ വിളിച്ചത്? നീയെന്നോ? അത്രയ്ക്ക് അഹങ്കാരമായോടി നിനക്ക്? നീയായിരുന്നോ? അതേടാ, ഞാൻ തന്നെയാ. ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തതും നിനക്ക് കോഫി കൊണ്ട് തന്നതും നീ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന നിർമ്മല തന്നെയാ. എന്റെ വയറ്റിൽ നിങ്ങളുടെ കുഞ്ഞു പിറന്നു എന്നറിഞ്ഞപ്പോ അതിനെ കൊന്നുകളയാൻ ചിരിച്ചോണ്ട് പറഞ്ഞ ആളാ നിങ്ങള്. ആ നിങ്ങള് തന്നെ ഇപ്പോഴെന്റെ മോനെ കൊല്ലാനായി പുറകെ നടക്കുന്നു അല്ലേ? ചതി ഒപ്പിച്ച് എന്റെ മോനെ ജയിലിലാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ? നിർത്താൻ. നിന്റെ മോനെ ഞാൻ ജയിലിലാക്കിയെന്നു. ഏത് മോൻ? ആരാടി നിന്റെ മോൻ? അവനെ നിനക്കറിയില്ല. പറഞ്ഞു തരാടാ. ഗൗതമാണ്ട എന്റെ മോൻ. നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പിറന്ന തന്റെ മോനാണ് ഗൗതം. നീ ഇത് വെറുതെ പറയുന്നതല്ലേ? ഈ കാര്യത്തിൽ കള്ളം പറയില്ലടോ ലോകത്തൊരു പെണ്ണും. നീ ആകാശത്തോളം വൃത്തികെട്ടവനാണെങ്കിലും അതിനേക്കാളും നല്ലവനാ നിനക്ക് പിറന്ന എന്റെ മോൻ. ശത്രുക്കൾക്ക് പോലും ഒരു ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവനാ എന്റെ മോൻ. ആ അവനെയാ നീ ജയിലിലിട്ടിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് തരിക നിനക്ക് ഞാൻ. 24 മണിക്കൂർ അതിനുള്ളിൽ എന്റെ മോൻ എന്റെ അടുത്ത് എത്തിയിരിക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ചന്ദ്രബോസെ നീ അത് ചെയ്യണം. നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണവിനെ കോടതിയിൽ ഹാജരാക്കിയോ, ശിവാനിയെ കൊണ്ട് നീ കേസ് പിൻവലിപ്പിക്കുകയോ, ഗൗതം നിരപരാധിയാണെന്ന് പറയിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. എനിക്കറിയണ്ട അതൊന്നും. 24 മണിക്കൂറിനുള്ളിൽ ഗൗതം എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ